ഇപ്പോൾ അസംഷൻ ഫൊറോന പള്ളി ഇടവകാംഗമാണ്. ഞാനൊരു ഇൻ്റർകാസ്റ്റ് വിവാഹമായിരുന്നു എൻ്റേത്. ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ചത്. പക്ഷേ 2007 ഓഗസ്റ്റ് 20 രജിസ്റ്റർ വിവാഹം കഴിച്ചു. ഹസ്ബൻഡ് ഹിന്ദു കാസ്റ്റിൽപ്പെട്ട ആളായിരുന്നു. അന്ന് തുടങ്ങി എൻ്റെ അപ്പച്ചനും അമ്മയും കുടുംബാംഗങ്ങളും മുഴുവൻ ഞങ്ങൾ ക്രിസ്തീയ ജീവിതത്തിലേക്ക് മാറുന്നതിന് വേണ്ടി ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പം മാതാവ് ഒരിക്കലും കൈവിടാതെ എല്ലാ ദിവസവും ഞാൻ കുർബാന സ്വീകരിക്കാനൊക്കെ പോകുമ്പോൾ എല്ലാ ആഴ്ചകളിലും കുർബാനയ്ക്ക് ഞാൻ പോകുമായിരുന്നു. പക്ഷേ കുർബാന സ്വീകരിക്കാൻ പറ്റാത്തത് കാരണം ഒത്തിരി വിഷമങ്ങളുണ്ടായിരുന്നു. ആരെങ്കിലും അടുത്ത് കുർബാന സ്വീകരിച്ച് വന്നിരിക്കുമ്പോൾ അവരെ തൊട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, എൻ്റെ ഈശോയെ മരിക്കുന്നതിന് മുമ്പ് ഈശോയെ സ്വീകരിച്ച് മരിക്കാൻ എനിക്ക് പറ്റണമെന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ടായി. ഇപ്പം 13 വർഷത്തിന് ശേഷം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഹസ്ബൻഡ് ഞാനും കൂടെ. ഹസ്ബൻഡ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ കൃപാസനത്തിലെ വീഡിയോ എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ ഈ ആഗ്രഹം അറിയുന്നതുകൊണ്ട് കുറേ പേര് പറഞ്ഞു കൃപാസനത്തിൽ ഇങ്ങനെ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്, അവിടെ പോയി ഹസ്ബൻഡിനെയും കൂട്ടി ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നടക്കും, മാതാവ് നടത്തിത്തരുമെന്ന് പറഞ്ഞു. അന്ന് തുടങ്ങി ഞാൻ യൂട്യൂബിൽ എന്നും കൃപാസനത്തിലെ സാക്ഷ്യങ്ങൾ കാണുമായിരുന്നു. ഹസ്ബൻഡ് കുറച്ച് മദ്യപിക്കുന്ന കൂട്ടത്തിലുള്ള ആളായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളും ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ കക്ഷി ഈ കൃപാസനത്തിലെ ഈ യൂട്യൂബിലെ പിന്നെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. ഞാൻ പറയാതെ തന്നെ കേൾക്കാൻ തുടങ്ങി. ഒരു ദിവസം എന്നോട് പറഞ്ഞു നമുക്ക് ഇവിടെ ഒന്ന് പോകാം. പിന്നെ എന്നിട്ട് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് ഇവിടെ തൃശ്ശൂരുണ്ട്. അപ്പോൾ കക്ഷീനെ വിളിച്ചപ്പോൾ പറഞ്ഞു നീ എന്തായാലും ഇങ്ങോട്ട് പോരെ, ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങളിവിടെ കൊണ്ടുവന്നു. 2019 ഏപ്രിൽ മാസം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. അതിൻ്റെ ഫലമായി 2020 സെപ്റ്റംബർ മാസത്തിൽ മാതാവിൻ്റെ അമലോത്ഭവ തിരുനാളിന് ശേഷം ഞങ്ങൾ കുടുംബസമേതം മാമോദീസ സ്വീകരിച്ചു. എൻ്റെ മൂത്തവള് ആദ്യ കുർബാന കഴിഞ്ഞു. ഞങ്ങളിപ്പം എല്ലാ ദിവസവും പ്രാർത്ഥനാ ചൈതന്യത്തിൽ നന്നായി ജീവിക്കുന്നു. ഹസ്ബൻഡിൻ്റെ മദ്യപാനം മാറി. പിന്നെ എൻ്റെ തൊലിപ്പുറത്ത് വെയിൽ കൊണ്ടുണ്ട്. ഞാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഓവർസിയറായിട്ട് വർക്ക് ചെയ്യുന്നത്. വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ തൊലിപ്പുറത്ത് ഇങ്ങനെ ചൊറിഞ്ഞ് തടിക്കുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇങ്ങനെ സോറിയാസിസ് പോലെ തന്നെയാണ് നമുക്ക് തോന്നുക. ഇല വെട്ടി കിടത്താൻ പോലെ ആവും, പഴുത്ത് ആകെ വൃത്തികേടാവുമായിരുന്നു. ഉടമ്പടി തൈലം പുരട്ടി എല്ലാ ദിവസവും വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിൻ്റെ ഫലമായിട്ട് അത് പൂർണ്ണമായി ആ രോഗത്തിൽ നിന്ന് മാതാവ് എന്നെ മോചിപ്പിച്ചു. മാതാവിനും തിരുക്കുമാരനും ഞങ്ങൾക്ക് ചെയ്തു തന്ന എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ 100 ആട്ടിൽ ഒരെണ്ണത്തിനെ നഷ്ടപ്പെട്ടപ്പോൾ ഈശോ 99 ഉപേക്ഷിച്ച് ആ ഒരെണ്ണത്തിനെ നേടുവാനായി നടന്നതുപോലെ ഈശോയുടെ നഷ്ടപ്പെട്ട ആടിനെ അതിൻ്റെ കൂടെ തന്നെ ഒത്തിരിയേറെ ഒരു കുടുംബത്തെ മൊത്തം ഈശോയ്ക്ക് നേടിക്കൊടുത്തു. മാതാവിന് ഒത്തിരിയേറെ നന്ദി പറയുന്നു. ഇവിടുന്ന് ഉടമ്പടി എടുത്തു പോയതിന് ശേഷം നിബന്ധനകളൊക്കെ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടായിരുന്നോ? കൃത്യമായി പാലിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ബുധനാഴ്ചയും ശനിയാഴ്ചയും ഉപവസിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഓൺലൈൻ ധ്യാനം എന്നെ സൈറ്റിൽ പോയിരുന്നിട്ടാണേലും വെയിലത്താണേലും സ്ഥലം ഏതെങ്കിലും മരത്തിൻ്റെയൊക്കെ ചോട്ടി പോയിരുന്നിട്ടാണേലും കൃത്യമായ ധ്യാനം കൂടുന്നുണ്ടായിരുന്നു. കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഇവിടെ വരാൻ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കാറുണ്ടായിരുന്നു. നമ്മൾ ഒത്തിരിയേറെ പ്രാർത്ഥിക്കണം. നമ്മുടെ മാതാവ് ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല. നമ്മൾ എത്രമാത്രം പ്രാർത്ഥിക്കുന്നു അതിൻ്റെ ഇരട്ടിയായിട്ട് അനുഗ്രഹം തമ്പുരാൻ നമുക്ക് തരും. നമ്മളെ കൈവിടില്ല. ഈശോയുടെ തിരുരക്തത്തിൻ്റെ സംരക്ഷണം എനിക്കും എൻ്റെ കുടുംബത്തിനും ഒത്തിരിയേറെ ഉണ്ട്. അത് ഞാൻ അനുഭവ സാക്ഷിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര കൃത്യമായി നിങ്ങളോട് പറയുന്നത്. പരിശുദ്ധാത്മാവ് നല്ലവണ്ണം അനുഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു ധൈര്യം കൊണ്ട് മാത്രമാണ് ഞാനിവിടെ നിന്ന് സാക്ഷ്യം പറയുന്നത്. അല്ലെ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കാനുള്ള യോഗ്യതയില്ല. ഈ വിശുദ്ധ വാരത്തിൽ ഈശോയുടെ മുമ്പിൽ വന്ന് എനിക്ക് ഈ സാക്ഷ്യം പറയാൻ ഈ ഒരു അവസരം മാതാവ് ഈശോയും തന്നതിന് ഒത്തിരിയേറെ നന്ദി ഞാൻ അർപ്പിക്കുന്നു. കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം.